CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം. അന്തരിച്ച മുതിർന്ന നേതാവ് AV ബാലന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റിനെ സംബന്ധിച്ചാണ് വിമർശനം. മുൻ പാനൂർ ഏരിയ സെക്രട്ടറി ബാലനെ അനുസ്മരിച്ച് 2 വാക്കെഴുതാൻ രാഗേഷിന് സമയമില്ല എന്നാണ് കമന്റുകളുള്ളത്. രാഗേഷ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നും കമന്റുകളിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഈ കെ രാഗേഷിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ AV ബാലന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പോസ്റ്റിൽ എന്ത് പിഴവാണ് സംഭവിച്ചത്? എന്താണ് അതിൽ ഉന്നയിക്കുന്ന വിമർശനം? ഗൗതം, ഏതായാലും ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കെ രാഗേഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി അണികളായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പല പോസ്റ്റുകളിലും കമന്റുകളിലും ഒക്കെ രേഖപ്പെടുത്തുന്നത് കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാനൂർ മുൻ ഏരിയ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ AV ബാലന്റെ നിര്യാണത്തിന് പിന്നാലെ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ കെ രാഗേഷിനെതിരെ വിമർശനം ഉയരുന്നത്. ആ പോസ്റ്റിൽ ഈ AV ബാലനെ കുറിച്ച് വിശദമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിമർശനം ഉയരുന്നത്. ഈ AV ബാലനെ പോലൊരു മുതിർന്ന നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അന്ത്യവേളയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചത് 2 വാക്ക് എഴുതാൻ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് സമയമില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കമന്റുകളിൽ വരുന്നത്. കെ രാഗേഷിന് AV ബാലനെ കുറിച്ച് അറിയില്ല എങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് AV ബാലനെ കുറിച്ചുള്ള വിശദമായ കുറിപ്പുകൾ ഉൾപ്പെടെ പലരും പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പാനൂരിൽ നമുക്ക് അറിയുന്നതാണ് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ. പഴയകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ പാനൂർ പോലൊരു പ്രദേശത്ത് CPMനെ ഏറ്റവും ശക്തമായി നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച നേതാവാണ് AV ബാലൻ. അങ്ങനെയുള്ള ഒരു നേതാവിനെ അനുയോജ്യമായ രീതിയിലുള്ള ഒരു അനുസ്മരണം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വലിയ വിമർശനം. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ രാഗേഷ് മാറണം തുടങ്ങിയ ആവശ്യങ്ങൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നതും. അതേസമയം തന്നെ കെ രാഗേഷിന് വേണ്ടിയും ഈ അണികളായിട്ടുള്ള ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. അങ്ങനെ വെറും വാക്കുകളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രമല്ല ഒരു സഖാവിനോട് CPIM അവരുടെ അടുപ്പം കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കെ രാഗേഷിനെ അനുകൂലിച്ച് രംഗത്തെത്തുന്ന ആളുകളുമുണ്ട്. ഏതായാലും വലിയ ചർച്ചയായി ഈ വിഷയം മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കണ്ണൂരിൽ രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ്.